നമ്മൾ അംഗൻവാടിയിൽ നിന്ന് ക്രിസ്മസ് ഫ്രണ്ട് വിളിച്ചപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു കേട്ടോ. അത് നമ്മൾ കണ്ണൂർ മാർക്കറ്റ് റോഡിൽ ബോംബെ സ്റ്റോർ എന്നാട്ടോ ഇതിൻ്റെ പേര്. അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു, കറക്റ്റ് അറിയില്ല. നമ്മൾ അറഫ റെസ്റ്റോറൻ്റ് അല്ലേ, അതിൻ്റെ തൊട്ടിപ്പുറം അതിൻ്റെ താഴെ അവിടെ തന്നെ വലിയ ഷോപ്പാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഇതൊക്കെ കിട്ടുന്ന ഷോപ്പാട്ടോ ഇത്. ഇപ്പോൾ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ നമ്മളിപ്പം നമുക്ക് 28 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ആ 28 കുട്ടികൾക്കും സെയിം സാധനം കൊടുക്കാനായിരുന്നു നമ്മൾ വിചാരിച്ചത്. വേറെ വേറെ സാധനം ആകുമ്പം കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ അവർക്കതൊരു ഭയങ്കര വിഷമമായിരിക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനെ വരണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഒരുപോലെയുള്ള ഐറ്റംസ് എടുക്കാനായിരുന്നു പോയത്. ആദ്യം ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ബോക്സ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ അമ്മമാരെയും കൂട്ടി പോകണം എന്നുള്ള ഒരിതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് വേറെ 2 അമ്മമാർ, ഫ്രീ ഉള്ള 2 അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 ആളും കൂടി കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴത്തേനും പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. അതായത് കുറേ ആൾക്കാർ ബോക്സ് വേണ്ട, ബുക്കോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോഴത്തേനും പിന്നെ പോസ്റ്റ് ആവാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവിടെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കലായിരുന്നു. ഇവർ റിപ്ലൈ വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ നിന്ന് ടൈമാക്കി ഒരു വകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ കോപ്രായങ്ങളുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭ്രാന്തായിരിക്കും. അതേ ഭ്രാന്ത് തന്നെയാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ഗ്ലാസും സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ റേറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിലെടുക്കുന്നതിൻ്റെ കുറേ കൂടി കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം അതിൻ്റെ മുകളിൽ അവരൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ടാകും. പക്ഷേ അതിനെക്കാട്ടി കുറച്ചിട്ടേ നമുക്ക് തരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ഷൈനിയും അൻസിറയും കൂടെ ഏറ്റവും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൻസി കുറച്ച് ഐറ്റംസ് എല്ലാം എക്സ്ട്രാ, അൻസിയും ഷൈനിയും കൂടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ. ഓൾറെഡി ഇവിടെ എന്താ പറയുക സാധനം അധികമാണ്, അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ അധികം വാങ്ങലില്ല സംഭവം. പിന്നെ എല്ലാം കൂടി ആദ്യം കുറേ എന്തൊക്കെയോ കാണിച്ചെങ്കിലും പിന്നെ നമ്മളെടുത്തത് ഈ എന്താ പറയുക ബോക്സ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ അന്ന് വന്ന് നോക്കിച്ച സെയിം ബോക്സ് ആയിരുന്നു എടുത്തത്. ബോക്സിന് ആദ്യം ഞാൻ പോയി നോക്കി അന്ന് അവർ പറഞ്ഞത് 65 രൂപയായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് വന്നപ്പോഴത്തേനും അവരത് 80 രൂപയൊക്കെ കേട്ടോ. 80 രൂപയൊക്കെ തന്നത്. അയാൾക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് മതിയായിരുന്നു, കാരണം ഓരോ സാധനം കാണിക്കും വേണ്ട പറയും. പിന്നെ നമ്മളതെല്ലാം എടുത്ത് വെച്ച് നമ്മൾ നേരെ നിക്ഷാനിൽ പോയി. അതായത് നമുക്ക് അംഗൻവാടിയിലേക്ക് സെൻഡ് ഓഫ് ഉള്ള ടൈം എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഫാൻ കൊടുക്കാം. നമ്മൾ മുകളിൽ അംഗൻവാടിൻ്റെ മുകളിലത്തെ റൂമിൽ ഫാനില്ല. നമ്മൾ മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സ്ഥലത്തും ഫാനില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫാൻ മാത്രമേ ഉള്ളൂ, 2 ഫാനില്ല. അപ്പോൾ നമ്മളിപ്പം ഒരു സ്ഥലത്ത് ആ ഫാനുള്ള സ്ഥലത്ത് മാത്രം ഇരിക്കാറാണ് പതിവ്. മുകളിലായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. അപ്പോൾ അത് വിട്ടിട്ട് പിന്നെ നമ്മൾ അവിടത്തേക്ക് ഫാനാക്കാം, ടീച്ചർ അറിയാതെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ ഫുൾ പൊളിഞ്ഞു പോയി എന്ന് വേണം സത്യത്തിൽ പറയാൻ. അപ്പോൾ നിക്ഷാനിൽ ഇപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, മറ്റേ എന്താ ലക്കി കൂപ്പൺസും സംഭവമൊക്കെ ഉണ്ടല്ലോ. ഞാനും എല്ലാവരും കൂടി പ്രാർത്ഥിച്ചൊക്കെ ആട്ടോ ഇട്ടത്. ഒന്നും കിട്ടൂല എന്നറിയാം, എന്നാലും വെറുതെ ഒരു ത്രില്ലിന് പ്രാർത്ഥിച്ചൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. 3:30-4 മണിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ പിന്നെ ഫാൻസിയിലേക്ക് പോയി. അതായത് ബാക്കി കുറച്ച് എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിന് നമുക്ക് പെൻസിൽ ഇതൊക്കെ മേടിക്കുകയോ ചെയ്ത്, പെൻസിൽ റബ്ബർ കട്ടർ എല്ലാം മേടിക്കുകയോ ചെയ്തത്. അങ്ങനെ ഐറ്റം വീട്ടിലെത്തി. ഇനിയിപ്പം നമുക്കിത് കവർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പം 28 ബോക്സ് ആയിട്ടാണ് ഉള്ളത്. 28 ബോക്സും അതിന് കണക്കായിട്ട് റബ്ബറും കട്ടറുമാണ് നമ്മൾ മേടിച്ചിട്ട്. പിന്നെ അത് കവർ ചെയ്ത് വെക്കാനുള്ള പേപ്പേഴ്സും കൂടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഇനി കവർ ചെയ്ത് നമ്മളെ കുഞ്ഞുമ്മക്കൊക്കെ ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു റബ്ബർ, ഒരു കട്ടർ, ഒരു പെൻസിൽ, ആ രീതിയിലായിരുന്നു വെച്ചിട്ടുണ്ടായത്. പിന്നെ നമ്മളതൊക്കെ കവർ ചെയ്ത് പിന്നെ അന്ന് ക്രിസ്മസിൻ്റെ പരിപാടി ആയിരുന്നു, പുൽക്കൂടാക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മൾ കുറച്ച് അമ്മമാരൊക്കെ കൂടിയിട്ടായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇതായിട്ട് നിങ്ങൾ കാണുന്നത് ചെറിയ രീതിയിൽ ഡെക്കറേഷൻസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ എൻ്റെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ അംഗൻവാടിയിലേക്ക് എടുത്തത്. പിന്നെ ഞാനാക്കിയ സ്റ്റാറൊക്കെ ആയിരുന്നു. കുറച്ച് തട്ടിക്കൂട്ട് സ്റ്റാറും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണീഷും പരിപാടി. ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നുമില്ല, കാരണം ഞാൻ പുൽക്കൂട് അങ്ങനെ ആക്കിയിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെ യൂട്യൂബിൻ്റെ വീഡിയോന് വേണമെങ്കിൽ തട്ടിക്കൂട്ടി പുൽക്കൂട് ഉണ്ടാക്കുന്നതല്ലാണ്ട് അതിൽ വെക്കുന്നതിൻ്റെയോ തൂക്കുന്നതിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ ലിജിഷാണ് പറഞ്ഞത് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട്, രാജാവ് കുന്തിരിക്കെടുത്ത് വരുന്നതും അതൊക്കെ പറഞ്ഞത് അവരായിരുന്നു കേട്ടോ. ഇനി എൻ്റെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ലഹളയായിരുന്നു. കണ്ടോ, എൻ്റെ കുട്ടിപ്പട്ടാളം ഭയങ്കര ഹാപ്പിയായിരുന്നു.
ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അജുമോൻ. അജുമോനോട് ഞാനിങ്ങനെ കൈ തരാൻ വേണ്ടിയിട്ട് പറയലായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞുംബാവാസ് ഉണ്ട്, കുഞ്ഞുംബാവാസ്. പിന്നെ നമ്മൾ നേരെ പോയത് കേക്ക് എടുക്കാനായിരുന്നു. ഓൾറെഡി നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അൻസിയും കൂടി നേരെ കേക്ക് മേടിക്കാൻ പോയി. കേക്ക് വാങ്ങി പിന്നെ ഇനി നമുക്ക് പരിപാടി കേട്ടോ തുടങ്ങേണ്ടത്. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നവരാട്ടോ, ഹോം ബേക്കേഴ്സ് ആയിരുന്നു. അവരുടെ നിന്നാണ് നമ്മൾ കേക്ക് എടുത്തത്. അതും അവർ നമുക്ക് കുറച്ച് റേറ്റൊക്കെ കുറച്ചിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടോ. അവരെ കൂടെ നമ്മൾ ചിലവഴിക്കുന്ന ആ ഒരു ടൈം ഭയങ്കര, എനിക്കറിയാം നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ ഒരു 5 മിനിറ്റ് പോയി അംഗൻവാടിയിലിരുന്നാൽ മതി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രയ്ക്കും നമ്മൾ ഹാപ്പി ആയിരിക്കും. കാരണം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരിപാടി ഭയങ്കര നല്ലതായിരുന്നു. അമ്മമാരൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതിൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മളെ പരിപാടി നമുക്ക് അത്രയും മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇതല്ലേ. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കേക്ക് മുറിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കുഞ്ഞുമക്കൾക്ക് അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും വെച്ചില്ല നമ്മൾ. അവർ പെട്ടെന്ന് അവർ പെട്ടെന്ന് ടയേർഡാവും. അവർ ഈ കേക്കൊക്കെ തിന്ന് ഒരു ത്രില്ലിലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ നമ്മളെ കേക്ക് മുറിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യലായിരുന്നു. അതായത് നമ്മൾ പേരെഴുതിയിട്ട് നമ്മൾ സ്കൂളിലെല്ലാം കളിക്കൂലേ, അതുപോലെ തന്നെ പേരെഴുതിയിട്ട് ഒരു ബോക്സിലിട്ടിട്ട് അതെടുത്തിട്ട് നമ്മൾ അത് നോക്കിയിട്ട് ആരാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളതായിരുന്നു പരിപാടി. അപ്പോൾ ഈ ടീച്ചർ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ കണ്ണപ്പൻ നടന്ന് എത്തും പിടിച്ച് തൂങ്ങിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അമ്മമാരെല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം നമ്മളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. എല്ലാവരും നല്ല രീതിയിൽ വന്ന് പങ്കെടുത്ത് നല്ല രീതിയിൽ അതിനെ വിജയിപ്പിക്കലുണ്ട് എന്നുള്ളതാണ് സത്യം. ഭയങ്കര ഒരിത് നമ്മളെ അമ്മമാർക്കിടയിൽ എപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കേക്ക് മുറി കേട്ടോ പരിപാടി. ഈ ഐറ്റംസ് എല്ലാം ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്രിസ്മസിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസിന് നമുക്കിത് വെക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എല്ലാം എടുത്തു. എനിക്ക് ആ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനത് മേടിക്കണം എന്ന് വിചാരിച്ച ഒരു ഐറ്റമായിരുന്നു. പക്ഷെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ. അപ്പം നമ്മുടെ കേക്ക് മുറിയും പരിപാടിയൊക്കെ അവസാനിച്ചു. എല്ലാവർക്കും കേക്കും ഇതൊക്കെ കൊടുത്തു. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്മമാർക്ക് വേണ്ടി ചെറിയ ഗെയിംസ്, അത് ഒരു 1-2 ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോട്ടാച്ചീൻ്റെ എല്ലാം കുരുത്തക്കേട് കണ്ടോ. അപ്പോൾ ആ 1-2 ഗെയിംസോടുകൂടി നമ്മളെ പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോഴത്തേക്കും നമുക്ക് സമയമായി 4 മണി 4:30 ആയി. അതുവരെയല്ലേ നമുക്ക് നമ്മളെ പിള്ളേരെ പിടിച്ച് നിർത്താൻ അത്രയല്ലേ ടൈം പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം തീർത്തു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. എൻ്റെ ക്രിസ്മസ് ഇവരോടൊപ്പമായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ കുഞ്ഞുമക്കളൊപ്പമായിരുന്നു എൻ്റെ ക്രിസ്മസ്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ എല്ലാം പൊളിച്ച് പറിച്ച് എല്ലാം ഇട്ട കേട്ടോ. ഇത് അൻസീൻ്റെ കേക്ക് തന്നില്ലായിരുന്നു. അൻസി ഭയങ്കര ഡീസൻ്റായിട്ട് തിന്നാൻ നോക്കിയത്. പക്ഷെ ഞാൻ പൊക്കി, അൻസീനെ ഞാൻ പൊക്കി. പിന്നെ പുറത്തുനിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെയുള്ള കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കേക്കൊക്കെ തിന്ന് ഭയങ്കര ഹാപ്പി ആയി നിൽക്കുമായിരുന്നു. ഇനി നമ്മളെ ഗെയിമാട്ടോ. നമ്മളെ ഗെയിമായിരുന്നു. ആദ്യം നമ്മൾ കളിച്ച് കാണിച്ചു കൊടുത്തതായിരുന്നു, ഇങ്ങനെയായിരുന്നു കളിക്കേണ്ടത്. പക്ഷേ തോറ്റ് തുന്നമ്പടി. എനിവേ നല്ലൊരു ഇതായിരുന്നു. അംഗൻവാടിയിലെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിരുന്നു.